ഹലോ, ഇന്ന് നമുക്ക് പറയാനുള്ളത് സെർച്ച് എഞ്ചിനാണ്. അതായത് ഫിഫ്ത്ത് ചാപ്റ്റർ M2 ഫിഫ്ത്ത് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ. ഓക്കെ, സെർച്ച് എഞ്ചിൻ എന്താണ്? സെർച്ച് എഞ്ചിൻ അതായത് സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു വെബ് ആപ്ലിക്കേഷനാണ്. അതായത് നമുക്ക് ഒരു ടേംസോ ഒരു ഫ്രേസസോ ഒക്കെ സെർച്ച് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു വെബ് ആപ്ലിക്കേഷനാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. പിന്നെ യാഹൂ ഒരു സെർച്ച് എഞ്ചിനാണ്. പിന്നെ ആദ്യകാലത്തുണ്ടായിരുന്നു ആസ്മി പറഞ്ഞിട്ട്, അതൊക്കെ എന്താണ്? സെർച്ച് എഞ്ചിൻസാണ്. അതായത് അത് ചുരുക്കി പറഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടേണ്ട ഡാറ്റകൾ നമ്മളൊരു സെർച്ച് എഞ്ചിനിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഡാറ്റകൾ അവർ തരും, സെർച്ച് എഞ്ചിൻസ് തരും. അതിനെ ഞാൻ എന്ത് പറയാം? സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെർച്ച് എഞ്ചിൻസ് യൂസസ് റോബോട്ട്സ്, ബോട്ട്സ് ആൻഡ് സ്പൈഡേഴ്സ് വിച്ച് ട്രാവൽ അലോങ് ദ വെബ്സ് ആൻഡ് ഫോളോ ലിങ്ക് ഫ്രം പേജ് ടു പേജ് ആൻഡ് സൈറ്റ് ടു സൈറ്റ്. അതായത് സെർച്ച് എഞ്ചിൻസ് റോബോട്ടുകളെയും ബോട്ട്സുകളെയും സ്പൈഡറുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഡാറ്റകൾ തരുന്നത്. അതായത് അതിൽ വെബ്സുകൾ, അതായത് പേജിൽ നിന്ന് പേജിലേക്കും സൈറ്റിൽ നിന്ന് സൈറ്റിലേക്കൊക്കെ ഓരോ ലിങ്കുകൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്? റോബോട്ട്സിൻ്റെയും ബോട്ട്സിൻ്റെയും സ്പൈഡേഴ്സിൻ്റെയൊക്കെ സഹായത്തോടെ കൂടിയിട്ടാണ്. ഓക്കെ, പിന്നെന്താണ്? സെർച്ച് എഞ്ചിൻ നമുക്ക് എന്തിനാ ഹെൽപ്പ്? യൂസർ ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് ഓർ ഹെൽപ്ഫുൾ വെബ്സൈറ്റ് നമുക്ക് കിട്ടാനും യൂസറിന് പെട്ടെന്ന് കണ്ടെത്താനും വേണ്ടിയിട്ട് ഏതൊക്കെ വെബ്സൈറ്റുകൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള വെബ്സൈറ്റുകൾ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റകളും, അതായത് നമുക്ക് ആവശ്യമുള്ള ഡാറ്റകളൊക്കെ കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? സെർച്ച് എഞ്ചിൻസ്. ഓക്കെ, പിന്നെ അതിൽ സെർച്ച് എഞ്ചിൻസിൻ്റെ ഫങ്ഷൻസുകൾ ഏതൊക്കെയാണുള്ളത്? ക്രോളിംഗ് ഉണ്ട്, ഇൻഡെക്സിങ് ഉണ്ട്, റാങ്കിങ് ആൻഡ് സ്റ്റോറേജ് ഉണ്ട്, പിന്നെന്താണ്? റിസൾട്ട് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ എ കീ കമ്പോണൻറ്റ് ഓഫ് ദ സെർച്ച് എഞ്ചിൻ ഈസ് ദ വെബ് ക്രോളർ, സംടൈംസ് നോൺ ആസ് ദ സ്പൈഡർ. അതായത് നമ്മൾ ഒരു ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓരോ ഡാറ്റകൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമെന്ന് പറയും സെർച്ച് എഞ്ചിനിൽ. അതിൽ ചിലപ്പം അതങ്ങനെ സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഡാറ്റകൾ കിട്ടിയാൽ ആ സെർച്ച് എഞ്ചിൻ്റെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഭാഗത്തു നിന്ന് ഡാറ്റകൾ പോകും. പക്ഷെ എന്താണ്? ആ ഡാറ്റാബേസിൽ ആ ഡാറ്റകൾ ഉണ്ടാവും. ഓക്കെ, ആ ഡാറ്റകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ പുതിയ പുതിയ ഡാറ്റകൾ അപ്ഡേറ്റ് ചെയ്യും. അതായത് ഒരു ഓൾഡർ ഡാറ്റ അതിൽ പോയിട്ട് എന്തായിരിക്കും? ഫ്രഷ് കണ്ടൻറ്റ് അതിലുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഇന്ന് ഒരു ഇൻഫർമേഷനെ കുറിച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ ഡാറ്റ കിട്ടും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ഡാറ്റകളായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ഈ സ്പൈഡറും ചാറ്റ് ബോട്ടൊക്കെ റോബോട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്താണ് അവിടെ ഇങ്ങനെ ഡാറ്റകൾ ഇങ്ങനെ പുതുതായിട്ട് അവിടെ ഇങ്ങനെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ after the search engine has traversed the internet content, it indexes that content depending on the frequency with which the search term appears in each unique website. അതായത് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് പേജ് ഉണ്ടാവും, നമ്മളൊരു ബുക്കിൽ ഇൻഡെക്സ് പേജ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ്. അതായത് ഓരോരോ ടോപ്പിക്കിനനുസരിച്ചിട്ട് ഒരു സ്പെസിഫിക് ടോപ്പിക്ക് മാത്രമായിട്ട് ലൈബ്രറി പോലെ ഓരോരോന്നായിട്ട് പാർട്ടുകളായിട്ട് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അതായത് സ്പെസിഫിക്
this makes simple to find information on a specific topic and search query. ഒരു നമ്മൾ ഇൻഫർമേഷൻ കിട്ടുന്ന സ്പെസിഫിക് ടോപ്പിക്കിനും പിന്നെ ആ സെർച്ച് ക്വറീനെ ഇങ്ങോട്ട് ഇൻഡെക്സ് ചെയ്യാൻ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് റാങ്കിങ് ആൻഡ് സ്റ്റോറേജ്. റാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എ ക്വിക്ക് ആൻഡ് സിമ്പിൾ സെർച്ചിങ് വെബ് കണ്ടൻറ് ആർ സ്റ്റോർഡ് ഇൻ സെർച്ച് എൻജിൻസ് ഡാറ്റാബേസ്. The quantity of storage space available determine how much content the user has access to. അതായത് ഈ റാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഓരോ വെബ്സൈറ്റ്, ഇപ്പം നമ്മൾ ഓരോരോ വെബ്സൈറ്റുകൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ഫസ്റ്റിൽ അങ്ങനെ ഓരോരോ നമ്മൾ ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അവിടെ അങ്ങനെ ഓരോ നമ്പേഴ്സ് ഉണ്ടാവും. 1 2 3 4 എന്ന് അടിയിൽ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണും. അതായത് 1 എന്നുള്ള പേജിലുള്ള ഡാറ്റകൾ, 2 എന്നുള്ള പേജ്, അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഈ 1 പേജിൽ തന്നെ ഫസ്റ്റ് വരുന്നത് നമ്മൾ സെർച്ച് ചെയ്യും ബെസ്റ്റ് ഹോട്ടൽ ഇൻ മലപ്പുറം അല്ലെങ്കിൽ ബെസ്റ്റ് ഹോട്ടൽ ഇൻ കാലിക്കറ്റ് എന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് വരുന്ന ഇതുണ്ടാവും, ഫസ്റ്റ് വരുന്ന ഹോട്ടലിൻ്റെ പേരുണ്ടാവും. അവിടെ പോയിട്ടാവുക നമ്മൾ എന്തായിരിക്കും അധികം ആൾക്കാരും അവിടെ പോയിട്ടായിട്ട് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് നെയിം ആ വെബ്സൈറ്റിൽ ഫസ്റ്റ് വരുന്നതിനെയാണ് നമ്മൾ റാങ്കിങ് എന്ന് പറയുക. ഈ റാങ്കിങ്ങിനെന്ന് പറഞ്ഞാൽ റാങ്കിങ് അവിടെ ആ ഫസ്റ്റിലെത്തുക എന്നുള്ളതിന് അവർ കുറേ വർക്ക് ചെയ്യണം. ഇനി റാങ്കിങ് അതിൽ SEO അനലിസ്റ്റുകളൊക്കെ ഉണ്ട്. അതായത് നമ്മളെ വെബ്സൈറ്റ് ഫസ്റ്റ് റാങ്കിങ്ങിൽ എത്തിക്കാനൊക്കെ. അതുപോലെയാണ് നമ്മൾ ഏതൊക്കെ കീവേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ കീവേഡുകളുണ്ടാവും. അതായത് ഒരു വെബ്സൈറ്റിന് അതിപ്പോൾ നമ്മൾ ബെസ്റ്റ് സെല്ലർ ഇൻ കേരള, ബെസ്റ്റ് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സെല്ലർ ഇൻ കേരള എന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ്, അതായത് ബെസ്റ്റ് ഡ്രസ് സെല്ലർ ഇൻ കേരള അങ്ങനെ നമ്മൾ ഓരോരോ കീവേഡ്, ആ കീവേഡ് ഇങ്ങനെ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന കീവേഡുകൾക്കനുസരിച്ചിട്ടായിരിക്കും റാങ്കിങ്ങിൽ വരിക. കാരണം നമ്മൾ അടിക്കണ കീവേഡുകൾക്കനുസരിച്ച് ആ ഫസ്റ്റ് റാങ്കിൽ വന്ന് നമ്മൾ അധികം പേഴ്സൺസും, അതായത് നമുക്കിപ്പോൾ ടൈമില്ലാത്ത സമയങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ വേഗം നോക്കുക, നമ്മൾ കുറേ സെർച്ച് ചെയ്യാനൊന്നും നിൽക്കില്ല. ഫസ്റ്റിൽ ഏതാ കണ്ട് നമ്മൾ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യും. അപ്പോൾ എന്താണ്? അപ്പോൾ ആ വെബ്സൈറ്റിനൊരു ഇത് കിട്ടി, ഒരു അഡീഷണലായിട്ട് അവർക്കൊരു റീച്ച് കിട്ടി. അതുപോലെ തന്നെ അങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി ആ വെബ്സൈറ്റ് റാങ്കിങ്ങിൽ എത്തിക്കാൻ അവർ മാക്സിമം ശ്രമിക്കും. ഇനി നെക്സ്റ്റാണ് റിസൾട്ട്. അതായത് ക്രോളർ സെർച്ച് ദ ഇൻഡെക്സ് ആഫ്റ്റർ യൂസർ ടൈപ്പ് സെർച്ച് ക്വറി ആൻഡ് കമ്പയർ ഇറ്റ് ടു അതർ കീവേഡ്. With the use of search algorithm, final search results are retrieved from search engine database. അതായത് റിസൾട്ട് നമുക്ക് ഇപ്പോൾ നമ്മളൊരാളെ ഗൂഗിളിൽ എടുത്താലോ, നമ്മളിപ്പോൾ ഗൂഗിളിൽ നമ്മളിങ്ങനെ ഇപ്പോൾ ദിവസം ഇപ്പോൾ ഒരു ഡ്രസ്സിൻ്റെതാണെങ്കിൽ എന്തായിരിക്കും, ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ഒക്കെ ആണെങ്കിൽ നമ്മൾ 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഫുള്ളായിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെതാക്കിയാൽ നമുക്ക് ആ ഡ്രസ്സിൻ്റെ സൈറ്റുകൾ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ എന്തായിരിക്കും, ഈ നമ്മൾ സെർച്ച് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഒരു ഡാറ്റാബേസിലേക്ക് പോകും. അപ്പോൾ ആ ഡാറ്റ ഇങ്ങനെ അവർ നോക്കിയിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ്, നമുക്ക് എന്ത് ടൈപ്പ് റിസൾട്ടുകളാണ് വേണ്ടത് എന്നൊക്കെ അവർക്ക് ഈ ഡാറ്റാബേസിൽ നിന്ന് മനസ്സിലായിരിക്കും. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കീവേഡുകൾക്കനുസരിച്ച്, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഫ്രേസുകൾക്കനുസരിച്ചിട്ടായിരിക്കും എന്തായാലും റിസൾട്ട് നമുക്കിങ്ങനെ വരിക. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റിസൾട്ടുകൾ ഇങ്ങനെ അവിടെ നമ്മളെ സെർച്ച് എൻജിനിൽ ഉണ്ടാവും. അതായത് ഈ ക്രോളേഴ്സ് അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ അപ്പോൾ അവർ ആ ക്രോളേഴ്സിൻ്റെ ഡാറ്റ നോക്കിയിട്ടായിരിക്കും, അപ്പോൾ ആ ഡാറ്റാബേസ് നോക്കിയിട്ടായിരിക്കും ഏത് ടൈപ്പ് ഇൻഫോർമേഷനാണ് അവർക്ക് വേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷനാണ് അവർ സെർച്ച് ചെയ്യുന്നത് എന്നൊക്കെ അവർ നോക്കും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് SEO ആയിട്ടാണ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. അത് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ മെത്തേഡ്
methodology of strategy, technique and tactics used to enhance the number of visitors of a website. അതായത് ഇവിടെ പറയണത് അതായത് നമ്മൾ നമ്പർ ഓഫ് വിസിറ്റേഴ്സ്, അതായത് എത്ര ആൾക്കാർ ആ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്തു, എങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ് അവിടെ വിസിറ്റ് ചെയ്തതെന്നൊക്കെ അവർക്ക് മനസ്സിലാകും ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട്. അത് അങ്ങനെ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. അത് ഒപ്റ്റിമൈസ് ചെയ്യുക ഏതൊക്കെ ടൈപ്പാണ്, ഏതൊക്കെ ആൾക്കാരാണ് ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തത് എന്നുള്ളത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ വെബ് പേജിൻ്റെ കണ്ടൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും, പിന്നെന്താണ് നമ്മളെ വെബ് പേജ് റെലവൻ്റ് ആക്കാനും, അതായത് നമ്മളെ വെബ് പേജ് എത്രത്തോളം എന്തായിരിക്കണം, പുതിയതായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ആക്കാൻ ഈ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷന് സഹായിക്കും. ഓക്കെ, ഈ സെർച്ച് എൻജിൻ എന്നാൽ ഓരോ വെബ്സൈറ്റിൻ്റെ എഫക്റ്റീവ്സ്, അതിൻ്റെ വിസിബിലിറ്റി ഒക്കെ മനസ്സിലാക്കാൻ പറ്റും, അതായത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്തിട്ട്. കാരണം വെച്ചാൽ ആ വെബ്സൈറ്റ് എത്രത്തോളം ആളിലേക്ക് എത്തിക്കണം, എങ്ങനത്തെ ടൈപ്പ് ആളിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഈ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ വച്ചിട്ടാണ് നടത്തിയിട്ടാണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാനുള്ളത് SEO എന്തൊക്കെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ചെയ്യാനാണ്. അപ്പോൾ എന്താണ്, SEO is helpful in providing target traffic, high return of investment as well as increased visibility. But due to the less moral SEO tactics rivals and even affiliate, it might be unable to complete fairly. അതായത് ഈ SEO നമുക്കെന്താണ്, ഒരു ടാർജറ്റ് ട്രാഫിക്കിൽ എത്തിക്കാൻ ഈ SEO അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബുണ്ട്. അതെന്നാൽ അതായത് അവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ വെബ്സൈറ്റ് ടോപ്പ് റാങ്കിങ്ങിൽ എത്തിക്കുകയാണ്. അപ്പം അവർ നോക്കും എന്തൊക്കെ, അതായത് ഈ ഫസ്റ്റ് റാങ്കിങ്ങിൽ എത്തിയ ആൾക്കാരുടെ കീവേഡുകളുണ്ടാവും. ആ കീവേഡുകളും അതിന് കൂടുതലായിട്ടുള്ള കീവേഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതൊക്കെ അനലൈസ് ചെയ്തിട്ട് അവർക്ക് അവരുടെ ഡാറ്റാബേസുകൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മളെ ആ വെബ്സൈറ്റ് റാങ്കിങ്ങിൽ എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഈ SEO സ്പെഷ്യലിസ്റ്റുകൾ നോക്കുന്നത്. ഓക്കെ, പിന്നെ അതായത് ഇത് പറഞ്ഞാൽ ഈ നമ്മൾ ശരിക്കും ഒരു കോമ്പറ്റേറ്റീവ് പോലെയാണ് ഈ SEO അനലിസ്റ്റ് വർക്ക് ചെയ്യുക. കാരണം അവർക്ക് വെച്ചിട്ടുള്ള ആ വെബ്സൈറ്റുകൾ, അവർ നോക്കുന്ന വെബ്സൈറ്റുകൾ എങ്ങനെയാണ് ഹൈ റാങ്കിലെത്താനാണ് അവർ ശ്രമിക്കുള്ളൂ. അപ്പോൾ എത്രയും കീവേഡ് എത്രത്തോളം നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ SEO അനലിസ്റ്റുകളാണോ അവരുടെ വെബ്സൈറ്റുകാർക്കും ഹൈ റാങ്കിങ്ങിലെത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ SEO അനലിസ്റ്റ് ഒരുപാട് ശ്രമിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ ഒരു കോമ്പറ്റീഷൻ പോലെയാണ് അവിടെ SEO അനലിസ്റ്റുകളുടെ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ? സെർച്ച് എൻജിൻസ് എന്താണ്, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്താണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട്. ഇനി നമുക്ക് പറയാനുള്ളത് വെബ് ഹോസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് എ കമ്പനി
offers the service of renting or selling space on a server where you can keep the files that enable your website to be accessed via the internet is called web hosting. അതായത് നമ്മുടെ വെബ്സൈറ്റ് ഒരു ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഫയലുകൾ അതായത് ഫയലുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സെർവറിൻ്റെ സ്ഥലം നമ്മളെന്തായിരിക്കും, നമ്മളത് എടുക്കും, വാടകയ്ക്കായിട്ട് എടുക്കും. നമ്മളൊരു സ്ഥലം, ഒരു സെർവറിൻ്റെ അതായത് നമ്മളെ ഫയൽസുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സെർവറിൻ്റെ സ്ഥലം നമ്മൾ റെൻറ്റിന് എടുക്കും. ആ റെൻറ്റിന് എടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ വിൽക്കുക, അതായത് റെൻറ്റിന് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യുകയോ ചെയ്യുന്നതിന് ഒരു കമ്പനി നമുക്ക് അതായത് നമുക്ക് തരുന്ന ഓഫറുകളെയാണ് എന്ത് പറയുക, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വെബ്സൈറ്റ് ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അതായത് ഫയലുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സെർവറിൻ്റെ സ്ഥലം നമ്മൾ റെൻറ്റിന് എടുക്കുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യുന്നതിനുള്ള ഒരു സേവനം, അതായത് ഒരു സർവീസ് നമുക്ക് ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്താ പറയുക, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സം എക്സാമ്പിൾസ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് വെബ്സൈറ്റ് പറഞ്ഞാൽ ഹോസ്റ്റിംഗർ, ബ്ലൂ ഹോസ്റ്റ് ഉണ്ട്, ഡ്രീം ഹോസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ വിസിറ്റ് എനി ഓഫ് ദ വെബ്സൈറ്റ് ഓഫറിംഗ് വെബ് ഹോസ്റ്റിംഗ് സർവീസ് വൺസ് ദ വെബ്സൈറ്റ് ഡിസൈൻ ഈസ് കംപ്ലീറ്റ് ആൻഡ് രജിസ്റ്റർ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി വെബ് ഹോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ആ വെബ്സൈറ്റ് പറഞ്ഞാൽ ഡിസൈനൊക്കെ കംപ്ലീറ്റ് ചെയ്യും വേണം, അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ മാത്രമേ നമ്മൾ വെബ് ഹോസ്റ്റിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കുള്ളൂ. അതായത് ഒരു മെമ്പറായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തത് മാത്രമേ നമ്മൾ വെബ് ഹോസ്റ്റിങ്ങിന് എടുക്കുള്ളൂ. പിന്നെ നമ്മളതിൽ കുറേ സംഭവങ്ങൾ, അതായത് പേഴ്സണൽ ഇൻഫോർമേഷൻസുകളൊക്കെ ഫില്ല് ചെയ്ത് ഒക്കെ ആക്കിയിട്ട് മാത്രമേ എന്തായിരിക്കുള്ളൂ, ആ വെബ് ഹോസ്റ്റിങ്ങിന് നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, surname and password. The user might also need select a member area, sometimes known as neighborhood or pod. അതായത് നമ്മൾ ആ ഒരു മെമ്പർ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യും. ഇനി നമുക്ക് വെബ് ഹോസ്റ്റിങ്ങിനും വേണ്ടിയിട്ട് ഒരു വെബ് ഹോസ്റ്റിങ്ങിനും വേണ്ടിയിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സാണ് വേണ്ടത് അറിയാം. ഇ-കൊമേഴ്സ് ക്യാപ്പബിലിറ്റി വേണം, പിന്നെന്താണ് സഫിഷ്യൻറ്റ് സ്റ്റോറേജ് വേണം, പിന്നെ ബാൻഡ് വിഡ്ത്ത് വേണം, സെക്യൂരിറ്റി ഹൈ ആയിരിക്കണം, അതിൻ്റെ പ്രൈസും വേണം. അതായത് നമ്മളൊരു വെബ്സൈറ്റ് ഇത് ചെയ്യുകയാണെങ്കിൽ അതായത് നമുക്കത് ഓരോരോ വെബ്സൈറ്റിന് അതിൻ്റെ ഹോസ്റ്റിംഗ് നെയിം എന്നൊക്കെ പറയണം, അതൊക്കെ അതെന്നാൽ ഡൊമെയിൻ നെയിം, ഹോസ്റ്റ് നെയിം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നമ്മളെന്ത് ചെയ്യുകയാണ്, നമ്മൾ പ്രൈസ് കൊടുത്തിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം അതായത് ഓരോരോ പേര് വെബ്സൈറ്റിന് ഉള്ള നെയിമുകളൊക്കെ കൊടുക്കുന്നതിന് നമ്മൾ ഓരോരോ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, user might like to agree if they visit one of the many websites that provides free space for web pages, but there are certain conditions attached. അതായത് നമ്മൾ ഒരു വെബ്സൈറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഫ്രീ സ്പേസ് വേണം, ആ വെബ് പേജിന് ഫ്രീ സ്പേസ് വേണം.
എന്നിട്ട് എന്താണ് ഇത് സെർവർ ഹാസ് സ്മോൾ എമൗണ്ട് ഓഫ് സ്പേസ് ആണെങ്കിൽ സെറ്റിംഗ് അപ്പ് പേജ് ആൻഡ് മൾട്ടിപ്പിൾ വെബ്സൈറ്റ് ആൻഡ് ലിങ്കിങ് ദം ടുഗദർ ഇൻ സ്ട്രാറ്റജി ഫോർ ഗെറ്റിംഗ് അറൗണ്ട് ദ സ്പേസ് ഇഷ്യൂസ്. അതായത് നമ്മൾ അങ്ങനെ സ്മോൾ സ്പേസ് ആണെങ്കിൽ നമുക്ക് അവിടെ കുറേ ലിങ്കുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമുക്കവിടെ സ്പേസ് ഇഷ്യൂസ് വരും. The webmaster places a banner ads on page that user have no control over. They generate income in this manner. Some websites demand frequent update from its user. If they don't, their membership is cancelled. അതായത് ഈ ചില വെബ്സൈറ്റുകൾ എന്താണ് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ഡേറ്റുകൾ ഇല്ലെങ്കിൽ, യൂസറിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ഡേറ്റുകൾ ഇല്ലെങ്കിൽ ആ മെമ്പർഷിപ്പ്, അതായത് നമ്മൾ ആ വെബ്സൈറ്റ് അതിലേക്ക് കൊടുത്തിട്ടുണ്ടാവില്ല, വെബ് ഹോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ആ വെബ്സൈറ്റ് എന്തായിരിക്കും അവിടെ ക്യാൻസലായിരിക്കും. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് സർവീസുകളുണ്ട്. ഫസ്റ്റ് വൺ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, സെക്കൻഡ് വൺ ഫ്രീ ഹോസ്റ്റിംഗ്, തേർഡ് വൺ വിർച്വൽ ഓർ ഷെയർഡ് ഹോസ്റ്റിംഗ്. ഈ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിൽ നമ്മൾ എങ്ങനത്തെ വെബ്സൈറ്റുകളാണ് യൂസ് ചെയ്യുന്നത്? ലാർജ് വെബ്സൈറ്റ് വിത്ത് ഹെവി ട്രാഫിക് ഷുഡ് യൂസ് ഇൻ ദ സോർട്ട് ഓഫ് ഹോസ്റ്റ്. അതായത് ലാർജ് വെബ്സൈറ്റുകളാണ് ഈ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഡെഡിക്കേറ്റഡ് സെർവറുകളായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ബിസിനസ് പരമായിട്ടുള്ളത്, അതായത് ഈ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ് നമുക്ക് ബിസിനസ് ലൈക്ക് വെബ്സൈറ്റുകളാണ്. അതായത് ഗൂഗിൾ ക്ലൗഡ് ദാറ്റ് ഹോസ്റ്റ് ബിഗ് വെബ്സൈറ്റ്, അഡ്മിനിസ്ട്രേറ്റ് വെബ്സൈറ്റ് ഫോർ others or run sizable ഓൺലൈൻ മാർക്കറ്റ്. ഈ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസിലുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ അതൊക്കെയാണ് ഈ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിൽ സഹായിക്കണേ. ഇനി അടുത്ത ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. അതായത് നമ്മൾ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഫ്രീ അൺപെയ്ഡ് ആണ്. ഇതിൽ ഇതൊന്നും പിന്നെ നെക്സ്റ്റ് വണ്ണ് വരുന്നത് വിർച്വൽ ഓർ ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. വിർച്വൽ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് വെർ ന്യൂമറസ് വെബ്സൈറ്റ് ആർ ഹൗസ് ഓൺ എ സിംഗിൾ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ടു വെബ് സെർവർ. അതായത് ഓരോരോ ഇതുണ്ടാവും, ഓരോരോ കാര്യത്തിനും വേണ്ടിയിട്ട്. അതായത് പറഞ്ഞിട്ടാണെങ്കിൽ ന്യൂമറസ് വെബ്സൈറ്റ് സിംഗിൾ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ടു വെബ് സെർവർ. അതായത് ആ ഇൻ്റർനെറ്റിൽ എന്തായിരിക്കും നമുക്കൊരൊറ്റ ഡാറ്റകൾ അറ്റ് എ ടൈമിൽ മാത്രം, കുറച്ച് സമയത്തിന് മാത്രം അത് ഷെയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, കൂടുതലായിട്ട് അത് നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അങ്ങനത്തെ വെബ്സൈറ്റുകളായിരിക്കും വിർച്വൽ അല്ലെങ്കിൽ ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ എന്നാണ്. കുറച്ച് വെബ്സൈറ്റുകൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതായത് അതിൽ എല്ലാ പാർട്ടുകളും, ഒരു വെബ്സൈറ്റിൻ്റെ എല്ലാ പാർട്ടും നമുക്ക് ഓൺലൈനായിട്ട് ആവശ്യമായിട്ടുള്ള ആ പാർട്ടുകൾ മാത്രം കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെയാണ് നമ്മളെന്താ പറയുക വിർച്വൽ അല്ലെങ്കിൽ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയണത്. ഈ പബ്ലിഷിംഗ് ഓഫ് വെബ്സൈറ്റ്, അതായത് പബ്ലിഷ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ നമ്മൾ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കുക. പബ്ലിഷിംഗ് ഇൻഫോർമേഷൻ ഓൺലൈൻ ഈസ് നോൺ ആസ് ഇൻഫോർമേഷൻ പബ്ലിക്. A good illustration of an information public system is a web server. അതായത് നമ്മൾ വെബ് സെർവറിലൂടെ ആണ് നടക്കുക ഇൻഫോർമേഷൻ പബ്ലിഷ് ചെയ്യുന്നത്. ഈ വെബ് ബ്രൗസറിൻ്റെ സെർവർ ഈ വെബ് ബ്രൗസർ സെർവറാണ് നമ്മൾ വെബ് കണ്ടൻറ്റ് ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് വെബ് ബ്രൗസർ സെർവർ എന്ന് പറയുന്നത്.
വെബ് സെർവർ എന്ന് പറയുന്നത്. ഈ വെബ് ടെക്നോളജി ആർ ബൈ ദ far the most useful mean to public information. The act of releasing content on the internet is known as web publishing. Internet and introducing the content in platform variety of information both internally and international. അതായത് നമ്മൾ ഈ ഇൻഫോർമേഷനെ നമ്മൾ എന്തായിരിക്കുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ അതാണ് ഈ വെബ്. അതായത് നമ്മൾ ഈ ഇൻറ്റേർണലായിട്ട് ഇൻ്റർനാഷണലായിട്ടും നമ്മൾ എന്തായിരിക്കും നമ്മളെ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്തുള്ള ഇവിടെ വഴി വെബ് സെർവറുകൾ വഴി. ഓക്കെ, പിന്നെന്താണ് അഡീഷണലി കൺട്രോളിങ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? സെക്യൂരിറ്റിയും അതിൻ്റെ ഡോക്യുമെൻറ്റ് ഫ്ലോയും കോപ്പിറൈറ്റ് ആൻഡ് അതർ എലമെൻറ്റ്സ് ഇൻസ് ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മൾ ഇങ്ങനെ വെബ്സൈറ്റുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മളവിടെ സെക്യൂരിറ്റി നോക്കണം, ഡോക്യുമെൻറ്റിൻ്റെ ഫ്ലോ നോക്കണം, പിന്നെന്താ കോപ്പിറൈറ്റ്, അതായത് വേറെ ഏതിലെങ്കിലും വെബ്സൈറ്റിലെ കണ്ടൻറ്റുകളാണ് എടുത്തിട്ടുള്ളത്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിൽ നോക്കണം. ഓക്കെ, ഇനി വെബ് പബ്ലിഷിൻ്റെ കമ്പോണൻറ്റുകൾ ഏതൊക്കെയാണ്? മാനേജ്മെൻറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, ഹോസ്റ്റിംഗ് ഫോർ ദ വെബ്, കൺട്രോളിങ് സെക്യൂരിറ്റി, മെയിൻ്റനൻസ് ഓഫ് വെബ്സൈറ്റ് ആൻഡ് കോപ്പിറൈറ്റ്. അതിൽ അതൊക്കെയാണ് എന്താണ് വെബ് പബ്ലിഷിങ്ങിൻ്റെ കമ്പോണൻസ് എന്ന്. മാനേജ്മെൻറ്റ്, നമ്മൾ ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുക, ഹോസ്റ്റിംഗ് ഫോർ ദ വെബിലേക്ക് ഹോസ്റ്റ് ചെയ്യുക, കൺട്രോൾ ദ സെക്യൂരിറ്റി, കൺട്രോൾ മെയിൻ്റനൻസ് ഓഫ് ദ വെബ്സൈറ്റ് ചെയ്യുക ആൻഡ് കോപ്പിറൈറ്റ്. ഇനി അതിൻ്റെ പബ്ലിഷിംഗ് ടൂളുകളാണ് എന്തൊക്കെ? ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. നമ്മൾ ഇതിലെ പോലെ തന്നെ കമ്പ്യൂട്ടറിലെ പോലെ തന്നെ അതാണ് പബ്ലിഷിംഗ് ടൂളുകളാണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഓക്കെ, ഹാർഡ്വെയർ പറഞ്ഞാൽ എന്താണ്? ദ കമ്പ്യൂട്ടർ ഇസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ കമ്പോണൻറ്റ് ആൻഡ് ഇസ് മസ്റ്റ് ഹാവ് മോഡം ഓർ എ നെറ്റ്വർക്ക് കണക്ഷൻ ദാറ്റ് ഇനേബിൾ ദ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന, അതായത് ഇൻ്റർനെറ്റായിട്ട് കണക്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ നമുക്ക് ഒഴിച്ചുകൂടാത്തൊരു കമ്പോണൻ്റാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പീഡ് ഓഫ് ദ പ്രൊസസ്സർ ഡിറ്റർമിൻ ദ കമ്പ്യൂട്ടർ പവർ. അതായത് കമ്പ്യൂട്ടറിൻ്റെ പവർ നിശ്ചയിക്കുക ഈ പ്രൊസസ്സറിൻ്റെ സ്പീഡ് അനുസരിച്ചാണ്. ഇത് ഹാർഡ്വെയറിൻ്റെ. ഇതിൽ ഹൈ റാം ഉണ്ട് ഹാർഡ്വെയറിൽ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എഡിറ്റർ ലൈക്ക് നോട്ട് പാഡ് പ്ലസ് ടു ഡെവലപ്പ് വെബ് പേജ്. അതായത് നോട്ട് പാഡ്, അതായത് നമുക്ക് നോട്ട് പാഡൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് ഇതിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. അത് നമ്മൾ എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അല്ലേ. ഓക്കെ, ഗ്രാഫിക് സോഫ്റ്റ്വെയർ. അതിലുള്ള ഗ്രാഫിക് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? പെയിൻറ്റ്, ജിംപ്, GIMP ഒക്കെയാണ് എന്താണ് ഗ്രാഫിക് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ബ്രൗസറുകളാണ് ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോററൊക്കെയാണ്. മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററുകൾ, ഗൂഗിൾ ക്രോമൊക്കെയാണ് നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ബ്രൗസേഴ്സുകൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആയിട്ടുള്ളതാണ് വെബ് അപ്ഡേഷൻ. വെബ് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെബ് അപ്ഡേഷൻ ഈസ് എ മെത്തേഡ് ടു അപ്ഡേറ്റ് ദ വെബ്സൈറ്റ് റെഗുലർലി ടു ഇൻക്ലൂഡ് ന്യൂ കണ്ടൻറ് ഓർ ടു മോഡിഫൈ എക്സിസ്റ്റിംഗ് കണ്ടൻറ് ഓൺ വെബ് സെർവർ. അതായത് വെബ് അപ്ഡേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അപ്ഡേറ്റ് ചെയ്യുക. അതായത് നമ്മളെ വിവരങ്ങൾ, നമ്മളെ സൈറ്റുകൾ റെഗുലറായിട്ട് ഡാറ്റകൾ എന്തായിരിക്കുക അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂ കണ്ടൻറ്റ് അതിലേക്ക് വരുത്തുക. എന്നിട്ട് എന്താ ന്യൂ കണ്ടൻറ്റുകൾ വരുത്തിയിട്ട് മോഡിഫൈ ചെയ്യുക, ഉള്ള ഡാറ്റകൾ മോഡിഫൈ ചെയ്യുക. ഒക്കെയാണ് എന്ത് ചെയ്യുക വെബ് അപ്ഡേഷനിൽ നടക്കുന്നത്. രണ്ട് പോപ്പുലർ മെത്തേഡുകളുണ്ട് നമ്മളെ വെബ്സൈറ്റുകൾ അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. 2 ടൈപ്പ് ഓഫ് മെത്തേഡുകളുണ്ട്.
അതിൽ ഒന്നാണ് ഡെവലപ്പിങ്ങും എഡിറ്റിങ്ങും ചെയ്യുക വെബ് പേജിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന്. എന്നിട്ട് എന്താണ് വെബ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുക. പിന്നെ അതുകൂടാതെ എന്താണ് വേറെ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്, നമ്മൾ ന്യൂ കണ്ടൻറ്റ് ഇതിലേക്ക് കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴിയിട്ട് ന്യൂ കണ്ടൻറ്റ് നമ്മളെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വെബ് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അതിലുള്ളതാണ് സ്റ്റാറ്റിക് വെബ്സൈറ്റും ഡൈനാമിക് വെബ്സൈറ്റും. ഈ സ്റ്റാറ്റിക് വെബ്സൈറ്റിൽ എന്താണ് ഉണ്ടാവുക, അതായത് HTML ഫയൽസുകളുടെ കളക്ഷൻ ആയിരിക്കും എന്തൊക്കെ സ്റ്റാറ്റിക് വെബ്സൈറ്റിൽ ഉണ്ടാവുക. അതായത് നമ്മളെ വെബ്സൈറ്റ് URLൻ്റെ അണ്ടറിലായിരിക്കും എന്തായിരിക്കുക, ഈ അണ്ടറിൽ ഈ HTML ഫയലുകളുടെ കളക്ഷൻസുകളായിരിക്കും സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ ഉണ്ടാവുക. ഈ ഡൈനാമിക് വെബ്സൈറ്റിൽ എന്തായിരിക്കും, അതായത് കണ്ടൻറ് ഓഫ് വെബ്സൈറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ദ അപ്ഡേറ്റിംഗ് ദ ഡാറ്റാബേസ് ആൻഡ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് ഡാറ്റാബേസുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടും പിന്നെന്താണ് കണ്ടൻറ് മാനേജ്മെൻറ്റുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടും നമ്മളെ വെബ്സൈറ്റുകളെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യും. അതായത് ഡാറ്റാബേസും കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്തിട്ട് നമ്മളെ വെബ്സൈറ്റുകളിലെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യാണ് ഡൈനാമിക് വെബ്സൈറ്റിൽ ചെയ്യണത്. പിന്നെന്താണ് വെദർ വെബ്സൈറ്റ് ഈസ് സ്റ്റാറ്റിക് ഡൈനാമിക് വിൽ ഡിറ്റർമിൻ വിച്ച് ചോയ്സ് യു മേക്ക് യുവർ വെബ് അപ്ഡേറ്റിംഗ്. അതായത് ഈ സ്റ്റാറ്റിക് വെബ്സൈറ്റിൻ്റെ ഡൈനാമിക് വെബ്സൈറ്റുകളാണ് എന്ത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾക്ക് എങ്ങനെയാണ്, അതായത് നമ്മളെ വെബ് അപ്ഡേറ്റിംഗ് തീരുമാനിക്കുക നമ്മളെ ഈ വെബ്സൈറ്റുകൾ സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ എന്നറിഞ്ഞിട്ടാണ് എന്ത് നമ്മളെ വെബ് അപ്ഡേറ്റിംഗ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ 5th ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. M2 5th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ. താങ്ക് യു.